സാർ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെ പൂർണ്ണമായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാംഗങ്ങളെയും കാത്തിരുന്നത് കാലിയായ ഖജനാവാണ്. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിനുണ്ടായിരിക്കുന്ന ബാധ്യത എന്ന് പറയപ്പെടുമ്പോൾ, വാസ്തവം അതായിരിക്കുമ്പോൾ, ഇപ്പോൾ പുതിയതായി ചാർജ് എടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും മറ്റ് മന്ത്രിസഭാ അംഗങ്ങളും അവരവരുടെ പദ്ധതികളും ജനക്ഷേമകരമായ ഭരണവും കാഴ്ചവെക്കുന്നതിന് വേണ്ടി സാമ്പത്തികം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഇപ്പോൾ ധനകാര്യം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വകുപ്പിന് വേണ്ടി പിടിവിലി നടക്കുന്നു എന്നുള്ളത് പിന്നാമ്പുറ കഥകൾ. അതെന്ത് തന്നെയായാലും ഖജനാവിൽ 5 പൈസയില്ല, നിത്യനിദാനം നടത്താനുള്ള പണം പോലും ഖജനാവിൽ ഇല്ല എന്നിരിക്കെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഈ ഭരണം വലിയ ഒരു തലവേദനയാകും. അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഖജനാവ് നിറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ഒരു പ്രവർത്തന പരിപാടികളും ജനക്ഷേമപരമായ ഒരു കാര്യങ്ങളും മുടങ്ങില്ല എന്നുകൂടി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരിക്കുമ്പോൾ ഈ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയെ മറികടന്നുകൊണ്ട് ഇനി സംസ്ഥാനത്തിൻ്റെ പുതിയ സംരംഭങ്ങൾക്കും പദ്ധതികൾക്കുമായി വി.ഡി. സതീശൻ പണം കണ്ടെത്തേണ്ട ഒരു ബാധ്യത കൂടി വരുന്നു. ഇപ്പോൾ ധവളപത്രം ഇറക്കി സാമ്പത്തിക നില എങ്ങനെയാണ് സർക്കാരിൻ്റെത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് സാർ ഈ പ്രതിസന്ധിയെ നോക്കിക്കാണുന്നത്? അതായത് നമ്മൾ കാണേണ്ടത് കാര്യം വെച്ചാൽ 1957 EMS മന്ത്രിസഭ തുടങ്ങിയിട്ട് 2016 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരെയുള്ള കടം എന്ന് പറയുന്നത് 1,60,000 കോടിയാണ്. ഈ 1,60,000 കോടിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ 3 പദ്ധതികളടക്കം നിരവധി പദ്ധതികൾ വികസനത്തിൻ്റെ പറുദീസ് തുറന്നു വെച്ചിട്ട് ഉമ്മൻചാണ്ടി അടക്കം വരുത്തിവെച്ച കടം എന്ന് പറയുന്നത് 1,60,000. നമുക്കറിയാം എറണാകുളം മെട്രോ റെയിൽവേ, തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട്, അതേപോലെ കണ്ണൂരിലെ എയർപോർട്ട്, ഇതൊക്കെ തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. അത് പൂർത്തീകരിക്കാനുള്ള ബജറ്റിലെ പണമടക്കമാണ് ഈ 1,60,000 കോടി എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം 4,40,000 കോടി രൂപയാണ് പിണറായി വിജയൻ 10 വർഷം കൊണ്ട് കടമാക്കി വെച്ചിരിക്കുന്നത്. അതായത് 57 മുതൽ 2016 വരെ എന്ന് പറഞ്ഞാൽ 63 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ കടം എന്ന് പറയുന്നത് 1,60,000 കോടി. പിന്നീടുള്ള 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ദൂർത്തടിക്കാനും ആഡംബരത്തിനും അഴിമതി നടത്താനും സ്വജനപക്ഷപാതം നടത്താനും കട്ടുമുടിക്കാനും കമ്മീഷൻ അടിച്ചു മാറ്റാനും അങ്ങനെ എല്ലാ തരത്തിലും പിണറായി വിജയൻ ഓരോ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിലൂടെ കോടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അതിലൂടെയാണ് 4,40,000 കോടി രൂപ കടം കൂടുതലായി വരികയും ഇപ്പോൾ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 6 ലക്ഷം കോടിയാണ്. കിഫ്ബി പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെയുള്ള ഏറ്റവും അധികം അതിലൂടെ പണം ചെലവഴിച്ച് ബിൽഡിങ്ങുകൾ പണിയുന്നതിൽ എന്താണ് 50-50 കമ്മീഷൻ. നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മുടെ മുണ്ടക്കൈ ദുരന്തത്തിൽ ഈ ഊരാളുങ്കലാണുള്ള ഇവരുടെ ഏറ്റവും ബിൽഡിംഗ് പണിയുന്ന ആൾക്കാർ, അവര് അവിടെ വീടുണ്ടാക്കിയപ്പോൾ ഒരു വീടിന് ആവറേജ് മാക്സിമം നോക്കിയാൽ 10 ലക്ഷം ഉണ്ടാവും. 20 ലക്ഷമാണ് അവര് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത്. ആ വീട് ഇപ്പൊ അടുത്ത കാലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വെള്ളം വീണപ്പാണ് ലോകം മനസ്സിലാക്കുന്നത് അവർ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. അവിടെ 300 കോടി രൂപയാണ് 400 വീട് ഉണ്ടാക്കാൻ വേണ്ടി ഊരാളുങ്കലിന് നൽകിയിട്ടുള്ളത്. 178 വീടുകളാണ് ആദ്യം ഉണ്ടാക്കിയവർക്ക് കൈമാറ്റം കൊടുത്തെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിന് ഉപയോഗശൂന്യമായിരുന്നു ഈ വീടുകളെല്ലാം തന്നെ. അതായത് അതിലൂടെ നടത്തിയ തട്ടിപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 400 വീടുകൾക്ക് 40 കോടി രൂപ ഉണ്ടായിരിക്കും. പിന്നെ ഒരു വീടും ഒരു സ്കൂളും ഒരു പ്ലേ ഗ്രൗണ്ടും മറ്റുള്ള ഹോസ്പിറ്റലും എല്ലാം കൂടി ആയിട്ട് 10-50 കോടി രൂപ അത് വേറെ ഉണ്ടാവും. എല്ലാം കൂടി എടുത്താൽ 100 കോടി രൂപ മൊത്തം ചെലവാക്കാനുള്ള സ്ഥലത്താണ് 300 കോടി 200 കോടി തട്ടിപ്പടത്തി. മുമ്പ് നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പിൽ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, യു എയിലെ സന്നദ്ധ സംഘടന കേരളത്തിലെ
ലൈഫ് മിഷന് കൊടുക്കേണ്ട പണം യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കൊടുത്ത്, അത് അവരാണ് ബിൽഡിംഗ് ഫ്ലാറ്റ് പണിയാന്ന് അറിയുന്നത്. അതിലൂടെ സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് 9 കോടി രൂപയാണ് അടിച്ചെടുത്തത്. ബാക്കി 10 കോടി രൂപ മാത്രമേ അവിടെ ചെലവ് ചെയ്തിട്ടുള്ളൂ. ആ 10 കോടി രൂപേനെ അവർ ചെലവാക്കണം എന്നില്ലല്ലോ. ഒരു 5 കോടി രൂപേന്റെ ബിൽഡിംഗ് ഒക്കെ പണിത് ഫ്ലാറ്റ് ഇത് ബാക്കി ഒരു തട്ടും. അപ്പം ഇതുപോലുള്ള തട്ടിപ്പാണ് കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏകദേശം 1 ലക്ഷം കോടി രൂപ വിദേശത്ത് അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 10,000 കോടി രൂപയുടെ തെളിവ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതാണ് എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത രേഖകളെല്ലാം പോലീസ് കടത്തിക്കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. ഈ പറയുന്ന കേൾക്കുന്നതും എല്ലാം തന്നെ ഊഹാപോഹമല്ല, സത്യമാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ 4,40,000 കോടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അതിനകത്ത് 1 ലക്ഷം കോടി പിണറായി വിജയൻ മോഷ്ടിച്ചിട്ടുണ്ട്. ബാക്കി ഒക്കെ എല്ലാവരും കൂടെ മോഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ കണക്കും കാര്യം എടുത്തു നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മുണ്ടക്കൈ ദുരന്തത്തിലെ 760-80 കോടി രൂപ പിരിച്ചു കിട്ടിയിട്ട് അതിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ വ്യക്തമാക്കിയത്. അത് മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ട് ഒരു വീട് പോലും കൃത്യമായി ഉണ്ടാക്കി കൊടുക്കാതെ ഈ ഗവൺമെന്റ് പരസ്യത്തിന് വേണ്ടി എത്ര രൂപയെ ചെലവഴിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ തൊട്ട് പരസ്യമല്ലേ എല്ലാ സ്റ്റേറ്റുകളിലും പരസ്യം ചെയ്തു. ഏകദേശം 60 കോടി രൂപ അതിനു വേണ്ടി മാത്രം ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ പിണറായി വിജയന്റെ ദൂർത്ത്, അതേപോലെ ആഡംബര ജീവിതം, അതേപോലെ അദ്ദേഹത്തിന്റെ സുരക്ഷ, ഹെലികോപ്റ്റർ യാത്ര, 41 വണ്ടി പോലീസിന് സഹായത്തിന്റെ യാത്ര, അദ്ദേഹത്തിന്റെ വീട്, ക്ലിഫ് ഹൗസ് നവീകരിക്കൽ, നീന്തൽക്കുളം, പശുത്തൊഴുത്ത്, അങ്ങനെ ലിഫ്റ്റ്, കുന്തം, കുടച്ചക്രമായിട്ടാണ് അദ്ദേഹം തട്ടിപ്പെല്ലാം നടത്തിയത്. അപ്പൊ ഈ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയാണ് മുൾക്കിരീടമായി ഇപ്പോൾ VD സതീശന് തലവേദനയായിട്ട് ഉള്ളത്. ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അദ്ദേഹത്തെ പിണറായി വിജയൻ ശരിക്ക് VD സതീശനെ വെട്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്കും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു ബാധ്യതയാണ് പിണറായി വിജയൻ VD സതീശന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതെങ്ങനെ പരിഹരിക്കും എന്ന് നമ്മളൊരു വളരെ രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമ്മൾ സാഹൂതം വീക്ഷിക്കുകയാണ്. കാരണം പിണറായി വിജയന്റെ 100 ഇരട്ടി ശക്തിയും കഴിവും വിഷനുമുള്ള ഒരാളാണ് VD സതീശൻ. വേഗതയും കാര്യങ്ങൾ പറയല്ല, പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പറയുമ്പോഴേക്കും അദ്ദേഹം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ല വെറുതെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് എല്ലാത്തിനും വിഷനുണ്ട്. കേരളത്തെ വീണ്ടും വലിയൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോയി സാമ്പത്തികമായി ഭദ്രതയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. പക്ഷെ സാർ, ഈ 6 ലക്ഷം കോടിയുടെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു തുകയല്ല. അല്ല, അത് വളരെ ഗൗരവമായുള്ള കാര്യം. അതാണ് ധവളപത്രം ഇറങ്ങുന്നു എന്ന് പറയുന്നത്. ഈ ധവളപത്രം ഇറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ബാധ്യത എത്രയുണ്ട്, എത്രമാത്രം കഠിനമാണ്, അതെങ്ങനെ പരിഹരിക്കും. ആ ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കാതെ പിണറായി വിജയൻ എന്നെ തലയ്ക്ക് വെക്കാനുള്ള കൃത്യമായ നിയമപരമായ വഴിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും പരിഹരിക്കേണ്ടി വരും. കാരണം അവർക്ക് നാളത്തേക്ക് നിയമക്കുരുക്ക് വരും എന്നുള്ള ഉറപ്പാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ധൂർത്തുപുത്രനായ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും, അതേപോലെ മന്ത്രിമാരെ നടത്തിയുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളെല്ലാവരും ജനങ്ങളെല്ലാം 1,70,75,000 രൂപ കടമാണ് ഒരാൾക്ക്. അതായത് കേരള ജനസംഖ്യയിൽ ഒരു പുതിയൊരു കുട്ടി ജനിച്ചാൽ 1,70,75,000 രൂപ ആ കുട്ടിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിണറായി വിജയൻ പോയിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കും? അത് വലിയൊരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് VD സതീശന്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് സത്യം. അത് ചെറിയ തോതിലൊന്നും പരിഹരിക്കാൻ സാധാരണക്കാർക്കൊന്നും കഴിയുന്ന കാര്യമല്ല. പക്ഷെ നിഷ്പ്രയാസം പുഞ്ചിരിച്ചുകൊണ്ടാണ് VD സതീശനെ എല്ലാത്തിനെയും കാണുന്നത്. അദ്ദേഹത്തിന് കൃത്യമായി മനസ്സിൽ ധാരണയുണ്ട് അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, അതെന്നെ മോഷ്ടിച്ചവരെ എങ്ങനെ നിയമക്കുരുക്കൽ കൊടുക്കണം, അവരുടെ തന്നെ എങ്ങനെ പണം ഈടാക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് ഒരു അഡ്വക്കേറ്റ് കൂടിയായ VD സതീശന് കൃത്യമായി ധാരണയുള്ളതാണ്. അത് തിരിച്ചടികൾ കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല അതിനൊരു പരിഹാരം അതേ സമയബന്ധിതമായിട്ട് ജനങ്ങളെ അറിയിച്ച്, ഇതാണ് എൻ്റെ ജനങ്ങളെ, എൻ്റെ മുന്നിലുള്ള പിണറായി വിജയൻ ചെയ്തു വെച്ച കാര്യങ്ങൾ, ഞാൻ ഇവിടുന്നാണ് തുടങ്ങുന്നത്, എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയാനാണ് അദ്ദേഹം പോകുന്നത്. അതുമല്ല, സോഷ്യൽ വെൽഫെയറിംഗിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ സാമ്പത്തിക മേഖലയിലുള്ള വിദഗ്ധന്മാരും എല്ലാം കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ 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 പെട്ടെന്ന് തന്നെ അദ്ദേഹം കണ്ടെത്താനുള്ള
സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 6 ലക്ഷം കോടി എന്നുള്ളത് വലിയ തുകയാണെങ്കിലും 5 വർഷം കൊണ്ട് കേരളത്തിലെ ജനതയുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്ന് അവരുടെ പുരോഗമനപരമായ പാതയിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി വി ഡി സതീശൻ എല്ലാ സാധ്യമായ മാർഗങ്ങളും നോക്കും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ല, നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ വേഗത പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വെറുതെ എണ്ണാമണിയായിട്ട് എന്തെങ്കിലും പറയുന്നതല്ല. അദ്ദേഹത്തിന് എല്ലാത്തിനും കൃത്യമായി കാൽക്കുലേഷൻ ഉണ്ട്, വിഷൻ ഉണ്ട്, കൃത്യമായി പദ്ധതികളുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആകും, അദ്ദേഹത്തിന് ഇതൊക്കെ നടത്തേണ്ടി വരുന്ന അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെയാണ് കേരളത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ളതും ഇനി ഭരിക്കാൻ പോകുന്നതും. നമ്മളെ മുന്നിൽ ഒരു വിസ്മയമായിട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ വന്നു ചേർന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 12 ദിവസം എടുത്തു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഹൈക്കമാൻഡിന്. പക്ഷെ 2 ദിവസം എടുത്തിട്ടുള്ളൂ മന്ത്രിമാരെ ഫുൾ നിശ്ചയിക്കാൻ, സത്യപ്രതിജ്ഞ ചെയ്യാൻ. ആദ്യ തീരുമാനമടക്കം പുറത്തു വന്നു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് കണ്ടില്ലേ? അദ്ദേഹം എത്രമാത്രം ഉറച്ച തീരുമാനത്തിന്റെ ഒരാളാണ്, അദ്ദേഹം എത്രമാത്രം വിഷനുള്ള ആളാണ്, എല്ലാത്തിനും എത്ര കൂളായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് പത്രക്കാരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് കണ്ടില്ലേ? സാധാരണ അസ്വസ്ഥനായി നിൽക്കേണ്ട ഒരാളാണ് ഇന്നലേക്ക്. അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയില്ല, വളരെ കൂളായിട്ട് അദ്ദേഹം എന്താണോ പ്ലാൻ ചെയ്തത് അതാണ് ഇന്നലെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും പുതിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികളും മറികടന്ന് കേരളത്തെ പുതിയ ദിശാബോധത്തോടു കൂടി സാമ്പത്തിക മേഖലയിലും പുരോഗമന പാതയിലും നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.